ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വേർഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 6 മാസത്തേക്ക് നമ്മൾ എങ്ങനെയാണെന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്പ്രെഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 9 സ്പ്രെഡാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന റീഡിങ്. അതിൽ ഓരോ സ്പ്രെഡിനും ഓരോ അർത്ഥങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് ആണ്. അതായത് ഒന്നാമത്തെ കാർഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് 2 ഓഫ് സോർട്സ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ആണ് വന്നിരിക്കുന്നത്. 2 ഓഫ് സോർട്സ് ആണ്. മൂന്നാമതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സന്തോഷം കിട്ടാൻ എന്ത് ചെയ്യണമെന്നാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് മൂണാണ്. അടുത്തത് എങ്ങനെ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നോക്കിയപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും. ചില പേഴ്സണാലിറ്റി മുന്നോട്ട് കൊണ്ടുവരണം, അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് 3 ഓഫ് വാൻസ് ആണ്. ഇനി ഞാൻ എന്ത് ഒഴിവാക്കണം, അതായത് എൻ്റെ എന്ത് ശീലങ്ങളോ അല്ലെങ്കിൽ എങ്ങനത്തെ പെരുമാറ്റങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. എന്താണ് എനിക്ക് പാസ്റ്റിൽ നിന്ന് പഠിക്കാൻ ഉള്ളത് കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസും ആണ്. പിന്നെ അടുത്തത് നമ്മുടെ ഉള്ളിലുള്ള കഴിവ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് ഫൂളാണ്. ഇനി ഞാൻ കൂടുതൽ മുന്നോട്ട് ജീവിക്കാൻ എന്ത് വെളിച്ചമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അർത്ഥം പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. ബുദ്ധിയുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. പക്ഷേ മാനസികമായി തടസ്സപ്പെട്ടതായി തോന്നിയേക്കാം. നിങ്ങളുടെ ചുറ്റും ആശയക്കുഴപ്പമോ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളോ ഉണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിച്ച് നിങ്ങളോട് മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾ സ്ഥിരമായി എന്നാൽ ജാഗ്രതയോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. കൂടാതെ ഒരു വലിയ ഭാവിക്കായി ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഒരു ബോധവുമുണ്ട്. ഇത്രയേ ഉള്ളൂ. വിധിയുടെ ഒരു വലിയ മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത്. വളർച്ചയ്ക്കോ പണത്തിനോ ഒരു പുതിയ അവസരം നൽകുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടം നടത്താനും പുതിയ ഒരു തുടക്കങ്ങൾ ശ്രദ്ധിക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സഹകരണവും ടീം വർക്കുകളും നിങ്ങളെ വിജയിക്കാൻ സഹായിക്കും. അത് ഒറ്റയ്ക്ക് ചെയ്യരുത്. ടീം വർക്കോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം സക്സസ്സിൽ എത്തിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ഈ സ്പ്രെഡുകൾ പറയുന്നത്. അതായത് 6 മാസത്തിന് ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് നടപടിയാക്കാൻ ടീം വർക്കോടുകൂടി പ്രവർത്തിക്കാനാണ് പറയുന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്. എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്